പരമകാരുണികനായ നമ്മുടെ സർവസ്വമായ ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നമ്മുടെ എല്ലാമായ ശിഷ്യപൂജിതയെ പ്രണമിച്ചുകൊണ്ടും സമാധാരണീയ സ്വാമി വന്ദനൂപൻ ജ്ഞാനദിവസി ബഹുമാന്യനായ രാജീവൻ സാർ, തങ്ക ചേച്ചി, മറ്റ് സന്ധ്യേച്ചി, മറ്റ് പ്രിയ ആത്മബന്ധുക്കളെ, ശാന്തിയുമയുടെയും ഗുരുമഹിമയുടെയും ഒക്കെ സജീവ പ്രവർത്തകരെ എല്ലാവർക്കും സാദര പ്രണാമങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ എല്ലാ ഞായറാഴ്ചയും നടക്കുന്ന സത്സംഗം ആത്മീയമായി ഇവിടുത്തെ ആളുകളെ വളരെയേറെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് രാജീവൻ സാർ പറഞ്ഞതുപോലെ ഞായറാഴ്ചയിൽ ഈ മഴയത്തും ഇവിടെ എത്തിയിരിക്കുന്ന ആൾക്കൂട്ടം എന്ന് പറയുന്നത്. അതങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ മനസ്സുകളിലേക്ക് ആത്മീയ വിഷയത്തെ എടുത്ത് എന്തിന് നമ്മൾ ജീവിക്കുന്നു, എന്തിന് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നത് തന്നെയാണ് യഥാർത്ഥ ആശ്രമം. അപ്പോൾ കണ്ണൂർ ആശ്രമത്തിൽ നമ്മുടെ ആശ്രമ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. സംഘടനാ പ്രവർത്തനവും അതോടൊപ്പം സജീവമായിട്ട് ഇവിടെ മുന്നോട്ട് പോകുന്നു എന്ന് കാണാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. മാതൃമണ്ഡലത്തിൻ്റെ VSNKയുടെ ഒക്കെ തന്നെ. അപ്പോൾ ഞാൻ കൂടുതൽ സമയം മറ്റ് വിഷയങ്ങൾ, ഇന്ന് സ്ഥിരമായിട്ട് സംസാരിക്കുന്ന വിഷയങ്ങൾ സ്വാമിക്ക് ഈ ആഴ്ചയും കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള കാര്യങ്ങളുണ്ട്. അത് കുറേ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ കുറേ കേട്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആമുഖമായിട്ട് ചെറിയ കാര്യം മാത്രം പറഞ്ഞ് നിർത്താം. ഒന്ന്, നമ്മുടെ ആശ്രമത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം സ്വാമി പല സത്സംഗത്തിലും സൂചിപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ ആശ്രമത്തെ കാണുമ്പോൾ വിശ്വാസികൾക്ക് പറ്റുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക്, പലപ്പോഴും കുറേയൊക്കെ പ്രവർത്തിച്ച് കഴിയുമ്പോൾ പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, അവർ ഈ ആശ്രമത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഗുരു നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യം അങ്ങ് മറന്നുപോകും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് നമ്മളങ്ങ് മാറിപ്പോകും. അങ്ങനെ വിട്ടുപോകുന്ന ഒരു രീതി പലപ്പോഴും പല സ്ഥലത്തും കാണും. അത് ഗുരു പറഞ്ഞത് നമ്മുടെ ഒരു കർമ്മഗതിയാണ്. അപ്പോൾ എന്താണ് ആശ്രമം കൊണ്ട് ഗുരു ഉദ്ദേശിക്കുന്നത് നമ്മളെ ജീവനിൽ എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സാമ്പത്തികം നേടിത്തരാൻ ഉള്ള ആശ്രമങ്ങളുണ്ട്, അല്ലെ അമ്പലങ്ങളുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ സമ്പത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, ഇപ്പം ചില ക്ഷേത്രങ്ങളിൽ തേങ്ങയൊക്കെ എടുത്ത് ഉടയ്ക്കും, നമ്മളെ നാളും പേരും ഒക്കെ പറഞ്ഞ് ധനം വരാൻ വേണ്ടി ഒരു മുട്ട്, ആരോഗ്യം വരാൻ വേണ്ടിയുള്ള മുട്ട്, വിദ്യ വരാനുള്ള ഒരു മുട്ട്, ഇങ്ങനെയൊക്കെ പലതും ഉണ്ട്. നേർച്ചകളുണ്ട്, ഉപാസനകളുണ്ട്. അപ്പോൾ നമ്മുടെ ആശ്രമത്തെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരു ധനപരമായ ഒരു വർധനവോ അല്ലെങ്കിൽ ആരോഗ്യപരമായ വർധനവോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. മറിച്ച് എന്താണ്, ജീവൻ്റെ കർമ്മഗതിയെ തീർക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ ജീവൻ്റെ കർമ്മഗതിയെ തീർക്കാൻ ഞാൻ ആ ഒറ്റ കാര്യമേ പറയുള്ളൂ. ജീവൻ്റെ കർമ്മഗതിയെ തീർക്കാൻ പോകുമ്പോൾ പകുതി വെച്ച് ഇട്ടേച്ച് പോയാൽ എന്താവും? ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഗുരു നമ്മളോട് പെരുമാറുന്ന രീതി, എന്നെ കാണുമ്പോൾ ഗുരു ചിരിക്കണം. ഇപ്പം സ്നേഹിത ആശ്രമത്തിൽ പോയി, അപ്പോൾ ശിഷ്യപൂജിത അടുത്തേക്ക് വിളിച്ച് മോളെ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് കുറേ മുട്ടായൊക്കെ വരുത്തുന്ന എന്തായിരിക്കും? ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? അപ്പം നമ്മൾക്ക് ഭയങ്കര ഭക്തി കൂടും. ശരിയാണ്, കാരണം ഗുരു നമ്മളോട് സ്നേഹം കാണിച്ചു. അത് നല്ലതാണ്, നമുക്ക് ഭക്തി കൂടുന്നത്. നമ്മളിവിടെ വരുന്നു, പിന്നെ വന്ദനൂപൻ സ്വാമി നോക്കുമ്പോൾ സ്നേഹിത എല്ലാ ആഴ്ചയിലും ആശ്രമത്തിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു. എന്താ കാരണം? ഗുരു നമ്മളോടൊരു സ്നേഹം കാണിച്ചു. അപ്പോൾ ഗുരു നമ്മളെ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം ഞാനിത് പറയാൻ കാരണം, ഗുരു നമ്മളെ സ്നേഹിക്കുന്നില്ല, അല്ലെ ഗുരു നമ്മളോട് ചിരിച്ചില്ല, ഗുരു നമ്മളോട് വിശേഷങ്ങളൊന്നും അന്വേഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിണങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അവർക്കൊരു കാര്യം വന്നപ്പോൾ ഗുരു അവരുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞില്ല. അപ്പം അതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഗുരുവിൻ്റെ ആ ഒരു തലം, ശിഷ്യൻ്റെ കർമ്മഗതി പൊട്ടിക്കുന്ന തലത്തിൽ ആന്തരികമായ സ്നേഹമാണ്. അപ്പോൾ പുറത്തുണ്ടാവുമോ? പുറത്ത് കാണത്തില്ല. ഇത് പക്ഷേ പലർക്കും അറിയത്തില്ല. ഒരു യഥാർത്ഥ ഗുരുവിനെ സംബന്ധിച്ച് കർമ്മഗതി പൊട്ടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് ഭൗതികമായ ബാഹ്യതലത്തിലുള്ള സ്നേഹം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇത് നമ്മൾ ഉറപ്പിച്ചോളണം. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മളങ്ങ് ഉറപ്പിച്ചോളണം അങ്ങനെ ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കണം. കാരണം ഗുരു നമ്മളെ ആന്തരികമായ കർമ്മഗതിയെ, ജീവൻ്റെ കർമ്മഗതിയെ പൊട്ടിച്ചുകൊണ്ട് വിടുന്നൊരു സമയമാണ്. ഈ കർമ്മഗതിയെ പൊട്ടിക്കാൻ
പൂർണ്ണനായ ഒരു ഗുരുവിന് മാത്രമേ പറ്റൂ എന്ന് നമ്മൾ പറയുമ്പോൾ മിസ്റ്റർ എമ്മിൻ്റെ ഒരു ബുക്കുണ്ട്. അദ്ദേഹം ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ആത്മീയ ആചാര്യനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ഒരു ബ്രഹ്മചാരിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ, ഒരു ആത്മീയമായിട്ടിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിക്കും. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഹങ്കാരം വന്നിട്ട് ഇയാളിതെല്ലാം വിനയത്തോടുകൂടി ചെയ്യും. കുറേ കഴിഞ്ഞപ്പോൾ ഓരോ കാര്യങ്ങൾ എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തോട് ആജ്ഞാപിക്കും. എടുത്തു കൊണ്ടുവന്നില്ല ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ഒക്കെ ചെയ്യും. ഒടുവിൽ ഒരു സമയം വന്നപ്പോൾ ഇദ്ദേഹം പല്ല് തേച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വായ കഴുകാൻ വേണ്ടി ഒരു പാത്രം വെള്ളം എടുത്ത് കൊണ്ടുവരാൻ പറയും. അപ്പോൾ ആ വെള്ളം എടുത്ത് കൊണ്ടുവന്നതിൽ ആ വെള്ളം കൊണ്ടുവന്നതിൻ്റെ എന്തോ ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ അയാളെ ഭയങ്കരമായിട്ട് ചവിട്ടി വീഴ്ത്തും. അപ്പോൾ അതിൽ വിഷമിച്ചിട്ട് അദ്ദേഹം പോയിട്ട് ആത്മഹത്യ ചെയ്യും. അപ്പോൾ ഇത് ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ബാബാജി എന്ന് പറയുന്ന ഒരു ഗുരുവിൻ്റെ ശിഷ്യനാണ് ഈ മിസ്റ്റർ എം എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹം ഒരു ബ്രഹ്മചാരിയായി പിന്നീട് അടുത്ത ജന്മത്തിൽ ഗുരുവിൻ്റെ അടുത്ത് വന്ന സമയത്ത് ഗുരു അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം കൊടുത്തതിന് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗുരു എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കുമെന്ന് പറഞ്ഞു. എങ്കിൽ നീ ഈ പാറക്കെട്ടിൽ നിന്നും താഴേക്ക് ചാടണമെന്ന്. അപ്പോൾ അദ്ദേഹം അപ്പോൾ വിചാരിക്കുന്നത് ഗുരു പറഞ്ഞാൽ പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് ചാടിയാൽ ഒന്നും സംഭവിക്കില്ല എന്നാണ്. ശരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം താഴേക്ക് ചാടി. അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് വീണ്ടും ഒരു ജന്മം എടുത്ത് അദ്ദേഹം ഗുരുവിൻ്റെ അടുത്ത് വന്നപ്പോൾ ഗുരു പറഞ്ഞു കൊടുത്തു, നിൻ്റെ ഒരു ജന്മത്തിൽ നീ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തിട്ടുണ്ട്. ആ കർമ്മഗതി നിൻ്റെ ജീവനിൽ കിടക്കുകയാണ്. അത് പൊട്ടിച്ച് കളയാതെ നിൻ്റെ ജീവൻ ഒരിക്കലും മോചനപ്പെടത്തില്ല. മനസ്സിലായില്ലേ? അങ്ങനെ മോചനപ്പെടാൻ വേണ്ടി നിനക്ക് ഈ ജന്മത്തിൽ നീ എന്ത് ചെയ്യണം? നീ അതുപോലെ ആ മരണം എന്ന് പറയുന്ന നീ കാരണം ആര് മരിച്ചോ അതുപോലെ നീ സ്വയം മരണപ്പെടണം. അപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആ കർമ്മഗതിയെ ഏറ്റെടുക്കാൻ ആർക്ക് പറ്റത്തില്ല? ഗുരുവിന് പറ്റത്തില്ല. അതുകൊണ്ടാണ് പകരം അതുപോലെ ചെയ്തിട്ട് തിരിച്ചു വന്നോളാൻ പറയുന്നത്. കർമ്മഗതി ഗുരു ഏറ്റെടുക്കുകയാണെങ്കിൽ അങ്ങനെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെ തന്നെ മരിച്ച് വീണ്ടും ജനിച്ച് അദ്ദേഹത്തിൻ്റെ കഥയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, വലിയ പരമ്പരയാണത്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ കർമ്മഗതി എന്താണെന്ന് ഗുരുവിന് കാണാൻ പറ്റും. പക്ഷേ ഗുരു അതുകൊണ്ട് നമ്മളോട് പറയുന്നത് എന്താണ്? നീ ഇന്നതുപോലെ ഒന്ന് ചെയ്യുക. ചിലപ്പോൾ നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. ചിലപ്പോൾ കഠിനമായ ഭാഷയിൽ നമ്മുടെ ജീവിതത്തെ അങ്ങ് തകർത്ത് കളയുന്ന രീതിയിൽ നമ്മുടെ സാമ്പത്തികം അങ്ങ് ഇടിഞ്ഞില്ലാതെയായി പോകും. നമ്മൾ വലിയ സമ്പന്നരായിരുന്ന നമ്മൾ ഒന്നുമല്ലാതെയായി പോകും. നല്ല ആരോഗ്യമുള്ള നമ്മൾ ചിലപ്പോൾ 2 കാലും എണീച്ച് വിൽക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ? പൊതുവെ എന്താ പറയുന്നത്? ഓ, ആശ്രമത്ത് പോയി ഇങ്ങനെയായി. ഇത് പറയരുതെന്ന് മാത്രമേ ഞാൻ ഇന്നത്തെ മീറ്റിംഗ് പറയൂ. എന്താണ് ഇവിടെയാണ് വിശ്വാസിക്ക് മനസ്സിലാവേണ്ടത്. എൻ്റെ കർമ്മഗതി പൊട്ടിക്കുന്ന ഗുരുവിൻ്റെ ഒരു കാര്യമാണ്. അത് ഗുരുവിന് സ്നേഹമില്ലായിട്ടല്ല. ഞാൻ അതുകൂടി പറഞ്ഞ് നിർത്താം. മിലരേബ എന്ന് പറയുന്ന പുസ്തകം നമ്മളെല്ലാവരും വായിച്ചതാണ്. ഗുരു പറഞ്ഞിട്ട് ഇതിലിരിക്കുന്ന 90% ആളും വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു വളരെ ക്രീമായിട്ടുള്ളൊരു സാധനമുണ്ട്, നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യം. എന്താണ്? മിലരേബയുടെ ഗുരു ഒരു വട്ടം ഒരു വീടുണ്ടാക്കാൻ പറയുന്നു. വീടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം അതിൽ കുറച്ച് കുറ്റങ്ങളൊക്കെ പറഞ്ഞ് പൊളിക്കാൻ പറയുന്നു. 2ാം വട്ടം ഉണ്ടാക്കുന്നു, അതും പൊളിക്കാൻ പറയുന്നു. 3ാം വട്ടം ഉണ്ടാക്കുന്നു, പൊളിക്കാൻ പറയുന്നു. 4ാം വട്ടമായപ്പോൾ ഈ കല്ലൊക്കെ എടുത്തിട്ട് ഈ ശരീരത്തിൽ തോളിലൊക്കെ ഇങ്ങനെ ഈ തൊലിയൊക്കെ പൊട്ടി പഴുത്ത് വന്നപ്പോൾ ഗുരു എന്താണ് നീ ജോലി ചെയ്യാത്തതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇത് കാണിച്ചു കൊടുക്കുക. ഇത് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നത് എന്താണ്? എൻ്റെ തോൾ മൊത്തവും ഇങ്ങനെ പൊട്ടിയിരിക്കുക. അപ്പോൾ അവിടെ സ്വന്തം ഗുരു അദ്ദേഹത്തോട് പറയുന്നത് എന്താണ്? അയ്യോ മോനെ, നിനക്ക് ഇങ്ങനെ പറ്റിയോ, നീ വിശ്രമിക്കുന്നല്ല പറയുന്നത് എന്താ വെച്ചാൽ, ഈ കഴുതകളൊക്കെ ഭാരമെടുത്ത് അതിൻ്റെ പുറം ഇങ്ങനെ പൊട്ടും. അപ്പോൾ അതിനെ എവിടെയും കെട്ടിയിട്ട് വെള്ളം കൊടുക്കുകയോ തീറ്റ കൊടുക്കുകയോ എന്നല്ല ചെയ്യുന്നത്. അതിൻ്റെ മേലെ കനത്ത വലിയൊരു തുണി എടുത്തിട്ട് അതിൻ്റെ മേലെ വീണ്ടും കല്ല് വെച്ച് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. നീ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. നീ അവിടെ ഒരു തുണി എടുത്ത് വെച്ച് വീണ്ടും ജോലി ചെയ്യാൻ പറയും. ഭയങ്കര കർശനമായിട്ട്.
5ാമത് പൊളിക്കും, 6ാമത് പൊളിക്കുന്ന സമയത്ത് ഇവൻ ഗുരുവിൻ്റെ പത്നിക്ക് പോലും ഈ ആത്മീയത മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത്. ആശ്രമത്തിൽ നിന്നതുകൊണ്ട് കാര്യമില്ല, ആത്മീയത അറിയാൻ എന്നുള്ളതാണ്. അപ്പോൾ ഗുരുവിൻ്റെ പത്നി നേരെ ഇവനോട് പറയും, ഇദ്ദേഹം ഒരു ക്രൂരനാണെന്നാണ് എനിക്ക് തോന്നാറ്. സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചിട്ട് ഭർത്താവിനെ മനസ്സിലായി, പക്ഷേ ഭർത്താവിലുള്ള ഗുരു എന്ന കർമ്മത്തെ മനസ്സിലായില്ലേ? അപ്പോൾ എന്താ പറഞ്ഞത്, നീ പോയിക്കോ, ഇവിടെ ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞിട്ട് ഗോതമ്പ് പൊടി എടുത്ത് കൊടുത്തിട്ട് പോവുകയാണ്. പോകുമ്പോൾ ഗുരു തിരിച്ചു വരുന്ന സമയത്ത് അവൻ പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ തിരിച്ച് വന്ന് ചോദിച്ചു, അവൻ എവിടെ പോയി എന്ന് വെച്ചു. അവൻ നിങ്ങളിങ്ങനെ ക്രൂരത കാരണം ഞാൻ അവനോട് പോയിക്കോളാൻ പറഞ്ഞു, കുറച്ച് ഗോതമ്പ് പൊടി കൊടുത്ത് വിട്ടു എന്ന് പറഞ്ഞു. ഓടി അവൻ്റെ പിന്നാലെ. അപ്പോൾ ഗുരുപത്നി വിചാരിക്കുന്നതാണ് ഇവനെ തിരിച്ച് വിളിക്കാനാണ്. ഒരു വലിയ വടി എടുത്തിട്ട് ചെന്നിട്ട് ഇവൻ്റെ കയ്യിലുള്ള ഗോതമ്പ് പൊടി തിരിച്ച് വാങ്ങിയിട്ട് പറഞ്ഞു, എടാ നീ കള്ളനാണ്, ഇത്രയും കാലം ഇവിടെ നിന്നിട്ട് എൻ്റെ ഗോതമ്പ് മോഷ്ടിച്ചിട്ട് പോവുകയാണല്ലേ എന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് തിരിച്ച് കൊണ്ടാക്കുകയാണ് വീണ്ടും. എന്നിട്ട് വീണ്ടും ഈ വീട് കെട്ടാൻ പറയാം. അങ്ങനെ അവസാനം ഒരു 7ാമത്തെ തവണ കെട്ടിക്കഴിയുമ്പോൾ അവനെ സംബന്ധിച്ച് ഏതാണ്ട് ഗുരു പറഞ്ഞ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടാണ് അവൻ ചെയ്തത്. ഒരു കുറ്റവും കണ്ടുപിടിക്കാനില്ല. അപ്പോൾ ഗുരുവിനോട് പറഞ്ഞു, ഈ പ്രാവശ്യം ഞാൻ എല്ലാം പെർഫെക്റ്റാണ് ചെയ്തത്. അപ്പോൾ ഗുരു പറഞ്ഞു, നിന്നോട് ഞാൻ എല്ലാം ശരിയാണ്, നിന്നോട് ഞാൻ ഒറ്റയ്ക്ക് വീട് കെട്ടാനാണ് പറഞ്ഞത്. ഇതിൻ്റെ അടിക്കല്ല് നീ ഒരു വലിയ കല്ലല്ലേ ഇട്ടത്, അത് നീ ഒറ്റയ്ക്കാണോ എടുത്തതെന്ന് ചോദിച്ചു. അല്ല, അതിന് മാത്രം ഒരാളെ സഹായം തേടിയെന്നു. എന്നാൽ ശരി, ഒരു കാര്യം ചെയ്യുക, അത് മാത്രം അങ്ങ് എടുത്തേക്കുന്നുണ്ട്. ആ ഒരു അടിക്കല്ല് മാത്രം എടുക്കണമെങ്കിൽ ആ വീട് മൊത്തവും പൊളിക്കണ്ടേ. അപ്പോൾ അവനതൊക്കെ പൊളിച്ച് വൈകുന്നേരമായപ്പോൾ പോയി. അപ്പോൾ ഗുരു കാണാൻ പറ്റാത്ത ദൂരത്തോളം അവൻ പോയി. ഗുരു വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ അവനെ കാണുന്നില്ല. ഇവിടെയാണ് നമ്മളെ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ നമ്മൾ പറഞ്ഞ കർമ്മഗതി പൊട്ടിക്കുന്ന ഒരു ക്രീം ഭാഗം വരുന്നത്. എന്താണ്, അത്ര കർക്കശക്കാരനായ, അത്ര ദേഷ്യത്തോടു കൂടി, അത്ര ഇതോടു കൂടിയിട്ട് പെരുമാറിയ ഗുരു അദ്ദേഹത്തിൻ്റെ പീഠം എടുത്തിട്ട്, മാർപ്പ എന്ന് പറയുന്ന ഗുരു അദ്ദേഹത്തിൻ്റെ പീഠം എടുത്തിട്ട് അതിലിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശിരോവസ്ത്രം എടുത്ത് തലയിലേക്ക് ഇട്ട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. കാങ്കുത്തു പരമ്പര എന്ന് പറയുന്ന ഒരു പരമ്പരയാണ് അല്ലേ സ്വാമി. ആ പരമ്പരയിലെ ദേവീ ദേവന്മാരെ വിളിച്ച് പറയാണ്, കരഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരൂ എന്ന് പറഞ്ഞ് കരയുന്നൊരു രംഗമുണ്ട്. ഭയങ്കര ദീനമായിട്ട്, ഭയങ്കര സ്നേഹത്തോടെ. അപ്പോൾ ഗുരുഭഗ്നിയെ അടുത്ത് വന്ന് ചോദിക്കും, നിങ്ങൾക്ക് ഇവനോട് ഇത്രയും ദേഷ്യമല്ലേ? അപ്പോഴാണ് ഈ കാര്യം പറയുന്നത്. എന്താണ്, അവൻ്റെ ജീവിതത്തിൽ ഇത്രയും കർമ്മത്തിൻ്റെ കെട്ടുകളുണ്ടായിരുന്നു. അത് ഓരോന്നോരോന്ന് ഇങ്ങനെ പൊട്ടിച്ചേ പറ്റൂ. ഞാൻ അവനോട് സ്നേഹം കാണിച്ചാൽ അതൊരിക്കലും പൊട്ടിക്കാൻ പറ്റത്തില്ല. ഇത് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ഇനി 1-2 കർമ്മഗതികൾ കൂടി, അല്ലെ കർമ്മത്തിൻ്റെ ഭാഗം കൂടി പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അവന് ജീവിതത്തിലെ ഒരു മോചനം കിട്ടുമായിരുന്നു. അതിനു വേണ്ടിയാണ് ഞാനത് ചെയ്യിച്ചത്. പക്ഷേ അവൻ അപ്പോഴേക്ക് പോയി കളഞ്ഞു. അപ്പം ഞാനിവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ആ സമയത്തുള്ള ഗുരുവിൻ്റെ ഒരു സ്നേഹവും അതുവരെ ഗുരു കാണിച്ച ഈ കാർക്കശ്യവുമൊക്കെ ഒരാളോടാണ്. ഒരു സെക്കൻഡ് കൊണ്ടാണ് ഇത് മാറുന്നത്. അപ്പോൾ അദ്ദേഹത്തിൽ, ഗുരുവിൻ്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ ഈ ദേഷ്യമല്ല, ആ സ്നേഹമെല്ലാം മനസ്സിൽ അടക്കി പിടിച്ചിട്ട് പുറത്ത് മറ്റൊരു ഭാവത്തിലൂടെ ശിഷ്യൻ്റെ കർമ്മഗതിയെ പൊട്ടിച്ചെടുക്കുന്ന രംഗമാണ്. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഇതുപോലെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ കർമ്മത്തിലെ കുരുക്കുകളെ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു മാനദണ്ഡവും നോക്കരുത്, ഒരു ഉപാധികളും നോക്കരുത്. ഇത് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. നമ്മളുടെ ജീവിതത്തിലെ കർമ്മഗതികളെ ഗുരു പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടായിക്കൊള്ളുന്നൊന്നുമില്ല. ചിലപ്പോൾ വരുന്നത് ദുഃഖമായിരിക്കും, ചിലപ്പോൾ പ്രയാസങ്ങളായിരിക്കും, ചിലപ്പോൾ ശാരീരിക പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ ഇതെല്ലാം വരുന്ന സമയത്ത് ഇത് നമ്മളെ ജീവൻ്റെ കർമ്മഗതിയെ പൊട്ടിച്ചെടുക്കുന്ന ഗുരുവിൻ്റെ ഒരു കർമ്മമാണ് എന്ന് കരുതിയിട്ട് നമ്മൾ മനസ്സിൽ സമാധാനത്തോടു കൂടി നിൽക്കണം എന്നുള്ളതാണ്. അല്ലാതെ നമുക്കൊരു വിഷമം വരുമ്പോൾ ഇട്ടച്ച് പോകുന്ന രീതി വരരുത് എന്ന് ശിഷ്യപൂജിത എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. വിഷമം വരുമ്പോൾ നമ്മൾ ഇട്ടച്ച് പോകരുത്. കാരണം വിഷമം വരുന്നത് നോവാണ്, നൊമ്പരം നന്മയാണെന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവൻ്റെ കർമ്മഗതികളെ പൊട്ടിച്ചെടുക്കുമ്പോൾ പുറത്ത് വരുന്നത് എപ്പോഴും ഒരു വിഷമമായിരിക്കും. മിക്കവാറും ഒരു കുമ്മായത്തെ നമ്മൾ എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അതിനെ നല്ല പൗഡറാക്കാൻ ശ്രമിക്കുമ്പോൾ ആ സമയത്ത് വരുന്നത് പുക മാത്രമായിരിക്കും. അതേപോലെയാണ് നമ്മുടെ ജീവിതം. ഈ കർമ്മഗതികളെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പ്രയത്നം നമ്മളിങ്ങനെയുള്ള സത്സംഗങ്ങളിലൂടെ നിരന്തരമായിട്ട് കിട്ടുകയും അതൊക്കെ മനസ്സിലാക്കുകയും അവസാനം ജീവിതത്തിൻ്റെ കർമ്മഗതി പൊട്ടുന്ന രംഗം വരുമ്പോൾ ഇതൊക്കെ മറന്നു പോവുകയും ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായിരിക്കും. അതും ശിഷ്യപൂജിത പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർമ്മഗതിയുടെ സമയം വരുമ്പോൾ നമ്മൾക്കിതൊന്നും
ഓർമ്മയിൽ വരില്ല. ആ സമയത്ത് ഇത് കർമ്മഗതിയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്കൊരു പ്രാർത്ഥന വേണം, അതിനൊരു ഭാഗ്യം വേണം, അതിനൊരു ഗുരുസ്മരണ വേണം. ആ കർമ്മഗതി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് അതാണെന്ന് മനസ്സിലാക്കാനുള്ള അറിവുണ്ടാവണം. അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ പോലും ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, ഗുരു പറയുന്നതിനെ അനുസരിച്ച് പോയാൽ മതി എന്നാണ് പറയുന്നത്. കർമ്മഗതി എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ ഗതിയാണ്. ഒരു പൊങ്ങുതടി വെള്ളത്തിലേക്ക് എടുത്തിടുന്നു, അതാ നദിയിലൂടെ ഒഴുകി പോകുമ്പോൾ എങ്ങനെയൊക്കെ പോകുന്നോ അതാണ് ആ കർമ്മത്തിൻ്റെ ഗതി. ചിലപ്പോൾ ഇങ്ങോട്ട് വളഞ്ഞിട്ടാണ് നദി പോകുന്നതെങ്കിൽ നമ്മളും വളഞ്ഞു പോകും, തിരിഞ്ഞു പോവുകയാണെങ്കിൽ പോകും. ഈ റൂട്ട് പ്രീ ഫിക്സ്ഡ് ആണ്. പക്ഷേ അതിലൊരു ചുഴിയുണ്ട്. നമ്മൾ ആ ചുഴിയിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ആ തടി പിന്നെ ഇല്ല. അപ്പോൾ അതിൻ്റെ മുന്നിലെത്തുന്നതിൻ്റെ 1 കിലോമീറ്റർ മുമ്പേ ഗുരു നമ്മോട് പറയും, നീ ഒന്ന് ഇടത്തോട്ട് നീങ്ങി ഒഴുകുക, അത്രേ പറയൂ. എന്തിനാണ് ഒഴുകുന്നതെന്നൊന്നും പറയത്തില്ല, എന്താ കാരണമെന്നും പറയത്തില്ല. അതങ്ങ് അനുസരിച്ച് പോയാൽ നമ്മൾ ഈ ഇടത്തോട്ട് ഒഴുകിപ്പോയാൽ വലത്ത് ഭാഗത്തുള്ള ചുഴിയിൽപ്പെടത്തില്ല. അതിന് പകരം യുക്തി വെച്ച് ബുദ്ധി വെച്ച് ഗുരുവെ വലത്തോട്ട് ഒഴുകിയാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചിട്ട് വലത്തോട്ട് ഒഴുകിയാൽ വേറെ കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ അകത്തങ്ങ് പെടും, വേറെ കാര്യമില്ല, ഗുരുവിനൊന്നും ചെയ്യാനുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കർമ്മഗതി പൊട്ടിക്കാൻ ലോകത്ത് മറ്റൊരിടവുമില്ല എന്ന് പറയുന്ന സമയത്ത് മോളെപ്പോലുള്ള ആൾക്കാരൊക്കെ, പുതിയ ജനറേഷൻ ആൾക്കാർ ChatGPTയിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തുള്ള എന്തും കിട്ടും. ഒന്ന് കർമ്മഗതി എന്ന് അടിച്ചു നോക്കും, അത് വരത്തില്ല. അത് പറയും എനിക്ക് അറിയത്തില്ല എന്ന് പറയും, കാരണം അതിന് ആ സംഭവത്തെക്കുറിച്ച് അറിയത്തില്ല. ഇനി കുറേ കാലം കഴിയുമ്പോൾ നമ്മളെ പരമ്പര ഇങ്ങനെ വലുതായി വരുമ്പോൾ കർമ്മഗതി എന്ന് അടിച്ചു പോയാൽ ആദ്യം പെട്ടെന്ന് തന്നെ വരും, എന്നിങ്ങനെയാണ് കർമ്മഗതി ഗുരുവിലൂടെ മാത്രമേ നിവർത്തിക്കാൻ പറ്റൂ എന്നൊക്കെ ഉള്ള കാലം വരും. ഗുരുവിൻ്റെ വാക്കുകൾ ലോകത്ത് അന്വർത്ഥമായിക്കൊണ്ടിരിക്കുന്ന കാലം വരികയാണ്. ഈ വിഷയം ഒരു കാലത്ത് സർവകലാശാലകളിലെ പഠന വിഷയമാകുമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഈ വിഷയം, ഈ ആശയം ഇപ്പോൾ ഇന്നലെ നമ്മുടെ സമാദരണീയ ഗുരുനന്ദൻ സ്വാമിക്ക് ഡോക്ടറേറ്റ് കിട്ടി. എന്തിൻ്റെ പേരിലാണ്? നവജ്യോതി ശ്രീ കരുണാകര ഗുരു വിഭാവനം ചെയ്ത സമാധാന വിദ്യാഭ്യാസം. ഗുരുവിൻ്റെ പേരുപയോഗിച്ചുള്ള ലോകത്തെ ആദ്യത്തെ തിസീസാണ്. അത് കേൾക്കാൻ വേണ്ടി ഇതുവരെ റിസർച്ച് ചെയ്യപ്പെടാത്തൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് കാര്യവട്ടം ക്യാമ്പസിലായിരുന്നു. ഡൽഹിയിൽ നിന്നൊക്കെ പ്രൊഫസർമാരൊക്കെ വന്നായിരുന്നു അത് കേൾക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതുവരെ റിസർച്ച് ചെയ്തിട്ടില്ലാത്ത ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് അവരൊക്കെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു. ഇനി അങ്ങോട്ട് ഇതൊരു തുടക്കമാണ്. ഇനി അങ്ങോട്ട് പലരും ഗുരു പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ, ഗുരുവിൻ്റെ ടീച്ചിങ്സ് എടുത്ത് അതിനെ പഠിക്കാനും ഇനി യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇതിന് ചെയർ വരികയും ഒക്കെ ചെയ്യുന്ന കാലം വരും. അപ്പോൾ ഗുരു പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന ഇതാണ്, നമ്മളുടെ ജീവിതത്തിൽ ഒരു കർമ്മഗതി വരുമ്പോൾ നമ്മളിതുവരെ പഠിച്ച എല്ലാ ആത്മീയതയും നമ്മൾ മറന്നുപോകും. നമ്മൾ ഭയങ്കര ഭക്തനായിരുന്നു, എല്ലാ ഞായറാഴ്ചയും വന്ന് ഇവിടെ കർമ്മം ചെയ്തു, ഫുൾ ടൈം പ്രാർത്ഥിച്ചൊക്കെ ശരിയാണ്. പക്ഷേ ആ കർമ്മഗതിയുടെ സമയം വരുമ്പോൾ ഈ പറഞ്ഞതോ ഈ പ്രസംഗിച്ചതോ ഞങ്ങൾ പറഞ്ഞതോ നിങ്ങൾ കേട്ടതോ ഒന്നും നമുക്ക് ഓർമ്മ വരുന്നില്ല, ഒന്നോളന്നില്ല. പക്ഷേ എങ്കിലും ഇതൊക്കെ ഒരു ആന്തരിക സ്മരണയായിട്ടുള്ളിലുണ്ടാവും. അപ്പോഴും ഇത് കർമ്മഗതിയാണെന്ന് തിരിച്ചറിയാൻ ഇതുപോലുള്ള സത്സംഗങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാവും. ഈ ദൈവമേ, എനിക്കൊരു കർമ്മഗതിയാണ് വരുന്നത്, ഞാൻ ഗുരുവിൻ്റെ വാക്കുകൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ളൊരു തോന്നൽ വരും. ഇങ്ങനെ കൃത്യമായും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കാൻ നമ്മൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങൾ സമർപ്പിക്കുകയാണ്. സ്വാമിയുടെ ഒരു സത്സംഗം വളരെ വിശദമായിട്ട് ഇവിടെ നടക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഗുരുവിൻ്റെ കാരുണ്യമുണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരുശ. ശരിയാക്കി